ആ മുട്ടിയോ കേറി വാടി. ഇല്ല കേറണില്ലേ, ഞാൻ പോവാണ്. ഞാൻ നിങ്ങളവിടുന്ന് ഇങ്ങോട്ട് പോന്നല്ലേ. പിന്നിപ്പോ എന്താ പാടെന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. എന്റെ പെണ്ണ് എന്നോട് ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചിട്ട് ഒക്കെ എന്നോട് പറയിപ്പിച്ച്. അത് സാരില്ല, എന്നായാലും ഇപ്പോൾ അറിയേണ്ടതല്ലേ. അപ്പൊ ഞാനും തന്നെയാണ് പറഞ്ഞു. ഇനിയിപ്പൊ അതിങ്ങനെ ചിന്തിച്ചങ്ങാണ്ട് നടക്കുള്ളൂ. അത് സാരില്ലടി, എങ്ങനെ ആയാലും ഓളറി ഓള എന്നോട് കുത്തി കുത്തി ചോദിച്ചിട്ട് അത് പറയിപ്പിക്കും. നിങ്ങളതൊന്നും കാര്യാക്കണ്ടട്ടാ. ഓലങ്ങനെ പലതും പറയും. അതൊന്നും ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിലേ ഈ കുടുംബശ്രീക്കാരും ഒക്കെ അങ്ങനെ തന്നെ. ഈ കുടുംബശ്രീക്കാര് അതേപോലെ തൊഴിലുറപ്പേര് ഓർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നാലോടത്തുള്ള ന്യൂസ് ഉണ്ട് കിട്ടിയാ പിന്നെ അതിമ്മ കൂടായി ഓല വർത്താനം. അതുകൊണ്ട് അതൊന്നും ഇപ്പൊ കാര്യാക്കണ്ട. കാര്യാക്കണൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. നിങ്ങൾ അന്ന് ആലോചിച്ചിട്ട് വിഷമിക്കും വേണ്ട, ഒന്നും വേണ്ട. ഓലെങ്ങനെ ആയിക്കോട്ടെ. ചെലപ്പം നന്നാവും. നന്നാവാതെ എവിടെ പോവാനാ. ഒരു കാലം വരെയല്ലേ ഇപ്പൊ ഒക്കെ ചെയ്യുള്ളൂ. ഒക്കെ നന്നാവുന്ന ഒരു കാലം വരും. നിങ്ങളെ രണ്ടാളെയും മനസ്സിലാവുന്ന ഒരു കാലം വരും എനിക്ക്. ഓല് പറയട്ടെ. എത്രത്തോളം പോല് പറയുന്നുള്ളത് നമുക്ക് നോക്കാലോ. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു നല്ല കാലൊക്കെ. ഞങ്ങൾ രണ്ടാളും ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കുക. ഞാൻ അയാളോട് തിരക്കൂടാനൊന്നിനും നിക്കണ്ട. ഇപ്പാനോടേ ഒന്നും ഉണ്ടാ നിക്കണ്ട. നിങ്ങളുള്ള വെള്ളം കുടിച്ചിട്ട് അവിടെ ഇരുന്നോ. ഞാൻ പോവാൻ നോക്കട്ടെ. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കിട്ട് റുക്കേജ്. വിളിക്കാതിരിക്കല്ലേ. ഞാൻ പോയിട്ട മോളെ. പോയിട്ട് കൊറേ പണിയോളുണ്ട്. എന്നാ ശരി, എന്നാ ഈ പോയിക്കോ. ആയിക്കോട്ടെ എന്നാ. ആ പെണ്ണ് ഒരു പാവാണ്. ആ പെണ്ണ് ഇന്നെങ്ങനെ സമാധാനപ്പെടുത്താൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കും പിന്നാലെ. മുട്ടയാത്ത പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മളെപ്പിന്നെ നേരാവും. അതുവരെ നമ്മക്കും കാത്തിരിക്ക. നിങ്ങൾ ഞാൻ ആലോചിച്ച് വിഷമിക്കണ്ട. എനിക്ക് വിഷമില്ലല്ലോ ഒന്നും ആലോചിച്ചിട്ട്. എന്റെ അമ്മയും സങ്കടപ്പെടണ്ട. എന്റെ കുട്ടി ഞാൻ അത് ഓർത്തിട്ട് നടക്കണ്ട. ഉമ്മാക്കേ അടുക്കളയിൽ കുറച്ച് പണികളുണ്ട്. ഞാൻ കൂടി തീർക്കട്ടെ പോയിട്ട്. പാവാണ്. എന്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം. അല്ലാതെ അതിന്റെ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ടല്ല. എന്നെങ്കിലും ഒന്ന് നേരെ കിട്ടിയാൽ മതിയായിരുന്നു. ആ പ്രാർത്ഥന കുറച്ചൊന്ന് കേട്ടാ മതി. റുക്കിയ, എടി റുക്കിയ, എടി. തുടങ്ങി മനുഷ്യന്മാര് പ്രാന്തുടിപ്പിക്കാനുള്ള വിളി. ഇമ്മ നിങ്ങളെപ്പോ വിളിക്കണ്ടല്ലോ. ഞാൻ പോവൂല. നിങ്ങൾ ചെല്ലിമ്മ. ഞാൻ അതിനൊരു പ്രശ്നം വേണ്ട. ഞാൻ എന്തിനാ പോണത്? എന്റെ വാപ്പാന്റെ തൊള്ളേക്ക് കൊടുക്കുന്ന തെറിയൊക്കെ കേൾക്കാനോ? എന്നെ കൊണ്ട് പറ്റൂല. ഇവിടെ ഉണ്ടായിട്ടാണ് ഞാൻ വിളിച്ചു കൊടുത്തേക്ക് വരാത്തത്. എന്താടി എനിക്ക് വന്നാല്? എന്താടി എന്റെ നാവ് ഇറങ്ങിയിരിക്കണോ? പറയടി. എനിക്ക് ഒഴിവില്ല. അതന്നെ. എന്താടി നോക്കി പേടിപ്പിക്കണ്? അനക്കെന്താ തല്ലാൻ തോന്നുന്നുണ്ടോ? ചിലപ്പം ചെയ്തുന്ന് വരും. അത് നിങ്ങളെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട. എന്താടി ഒരുമട്ടുള്ള ജി പറയണത്? ഞാൻ പറഞ്ഞേ മനസ്സിലായില്ല നിങ്ങക്ക്? ഇത്രയും കാലം ഞാൻ നിങ്ങളെ തല്ലും ആട്ടും തുപ്പൊക്കെ കേട്ട് നിന്നീല്ലേ. ഇനി എനിക്ക് അതിന് ഒഴിവില്ല. ഇന്നെ അങ്ങോട്ട് തലിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണ്ട് തിരിച്ച് തല്ലാനും അറിയും. എന്നാ ചെയ്യടി, ചെയ്യേ. ചെയ്യൂ. ഒന്ന് പൂടി ഓടുന്നു. ഓളിന്നെ തല്ലത്ര ഓൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അല്ല, എന്താ നിങ്ങളെ പ്രശ്നം? നിങ്ങൾ പറഞ്ഞു തരുമോ? ഇതൊന്നും പറയണ്ട. അന്നെ ഞാൻ കൊല്ലടി, നോക്കിക്ക ജി. കൊല്ലി. ഇന്നെ മാത്രാക്കണ്ട. ഇത് നിക്കണ നിങ്ങളൊരു മകളും കൂടി, ഓളയും കൂടി കൊല്ലി. ഞാൻ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ എന്റെ കുട്ടിക്ക് ആരും ഇല്ലാതാവും. അതുകൊണ്ട് വേണ്ട. ഞങ്ങളെ രണ്ടാളും ഒരുമിച്ചാണ് കൊന്നാളി നിങ്ങള്. സഹിക്കണേനും ക്ഷമിക്കണേനും ഒക്കെ ഒരു പരിധി ഉണ്ട്. മദ്യക്കണ്. നിങ്ങളെ കൂടെ ജീവിക്കാൻ വെച്ച. നിങ്ങൾ കൊല്ലുന്നല്ല പറഞ്ഞത്.
ഞങ്ങൾ രണ്ടാളി ഒരുമിച്ചാണ് കൊന്നാളി. അല്ലാന്നുണ്ടെങ്കിലേ ഞങ്ങളൊന്ന് സ്വസ്ഥതയോടൊന്ന് ജീവിക്കാൻ വിടി നിങ്ങള്. നിങ്ങളൊന്നും ഉണ്ടാതിരിക്കേ. ആൾക്കറിയില്ല മോളെ നമ്മൾ എങ്ങനെ കഴിയണെന്നുള്ളത്. ആൾക്കാർ എവിടേക്ക് ഉമ്മക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നിട്ട് ഉമ്മയുടെ കുട്ടീനെ വിചാരിച്ചിട്ടാ ഇമ്മ ഇത്രയെങ്കിലും ക്ഷമിച്ച് പിടിച്ച് നടക്കണത്. ഇങ്ങേ അതിന് വെജ്ജെനിക്ക് എന്റെ വാപ്പ നന്നാവും വിചാരിച്ചിട്ടേ ഇത്രയും കാലം ഞാൻ നടന്ന്. നിന്നെ കൊണ്ട് പറ്റൂല. എന്താടി ആരെങ്കിലും പിന്നാലെ പോവാൻ തീരുമാനിച്ചു? മര്യാദക്ക് സംസാരിക്കണം. മക്കളെ മുന്നിൽ വെച്ചിട്ട് എന്താ സംസാരിക്കണ്ടെന്നുള്ളതേ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അത് ഞാനത് പഠിപ്പിച്ചു തരും. ഈ പെരന്റെ ഉള്ളിലെ ഒരു മുതലുണ്ടോ അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഈ രാവിലെ കണ്ട് ഇറങ്ങി പോവുക, വൈകുന്നേരം കുടിച്ച് കൂത്താടിയിട്ടുണ്ട് കേറി വരിക, അത് മാത്രമേ നിങ്ങൾക്ക് അറിയണ്ടുള്ളൂ. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിക്കണോ? ഇല്ലല്ലോ. ഒരു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു അരി ഉണ്ട്, വാണ്ടില്ല. ഞാൻ ഓരോന്ന് ഒപ്പിച്ചൊപ്പിച്ച് ഞാൻ ഉണ്ടാക്കി തന്നിട്ട് അത് തിന്നാൻ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഈ പെരന്റെ ഉള്ളൊക്കെ ഒരു മുതൽ കൊണ്ടണം എന്നുള്ള ചിന്ത ഒന്നും നിങ്ങൾക്കില്ല. ഞാനേ ഇത്രയും കാലം മുണ്ടാതിരുന്നതുകൊണ്ട് എന്റെ വാപ്പ എന്റെ തലയെ കയറിയുന്നത്. ഇനി അതെന്തായാലും നടക്കൂല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒന്നിനാത്രം പോകുന്നൊരു പെണ്ണാണ് നമ്മക്കുള്ളത്. അതിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചിരിക്കണ? അതിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഒരു കോളേജിക്ക് അതിന് പോവാൻ പറ്റുന്നില്ല. ഒരു പൈസ ഇല്ല ബസ്സിന് കൊടുക്കാൻ, സ്കൂളിൽ കൊടുക്കാൻ ഒരു ഫീസ് ഇല്ല. എന്നിട്ട് എന്റെ കുട്ടീനെ അവിടെ ടീച്ചർമാരൊക്കെ പഠിപ്പിക്കണതേ ഒരു കരുണ ഉള്ളതുകൊണ്ടാണ് ഓർക്ക്. ഇത്രയും കാലേ ഇന്റെ മാപ്പിള ഇങ്ങളാണെന്നുള്ളതിന്റെ ഒരു ലേബൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ഇന്നെ പരിഹസിക്കുന്നത്. ഇനി അത് നടക്കൂല. നിങ്ങളെ ഒരു പേര് എന്റെ ഇതില് വേണ്ട. നിങ്ങളെ പെണ്ണുങ്ങളാണെന്നുള്ള ഒരു ലേബൽ എനിക്ക് വേണ്ടന്നെ. നിങ്ങളായിട്ട് ജീവിക്കാൻ പറ്റൂല. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാം. എന്താന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞാൻ ഈ പുറത്ത് അനുഭവിക്കണതൊന്നേ ഒരു പെണ്ണ് അനുഭവിക്കുന്നുണ്ടാവില്ല. ആൾക്കാരുടെ ഇടയിൽ ആകെ മാറിയിട്ട് ഞാൻ നടക്കണേ. പിന്നെ പറ്റി മാത്രമാണ് അവിടെ ഉള്ളവരൊക്കെ സംസാരം. നിങ്ങൾക്ക് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവൂല. നിങ്ങൾ തീരുമാനിച്ചോളി. ഞങ്ങൾ കൂടെ നല്ലപോലെ ജീവിക്കണോ അത് നിങ്ങൾക്ക് ഇനിയും തോന്നിയ പോലെ ജീവിക്കണോന്നുള്ളത്. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഉപദ്രവിക്കരുത്. നിങ്ങൾ എന്തിനാ ഞങ്ങളങ്ങനെ ഉപദ്രവിക്കണത്? രണ്ടാളും എന്ത് തെറ്റാ ഞങ്ങൾക്ക് ചെയ്തത്? ഒരുപാട് സ്നേഹിച്ചിട്ട് ഞങ്ങളെ കൂടെ കൂട്ടിയതോ അതാണോ? നിങ്ങൾക്ക് അറിയോ, മനസ്സമാധാനത്തോടെ ഒരു ദിവസം പോലും ഞാനും എൻ്റെ അമ്മ ഉറങ്ങിയിട്ടില്ല. അതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയന്നെ വേണ്ടല്ലോ. നിങ്ങൾ കുറിച്ചിങ്ങനെ നടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാല് ഞങ്ങൾക്ക് പിന്നെ ആരാളുള്ളത്? ഒന്ന് മനസ്സിലാക്കി നോക്കി. ഇമ്മക്ക് ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ വെച്ചാ ആ കുടുംബശ്രീ പോയിട്ടൊക്കെ ഇപ്പാനെ പറ്റി എന്തൊക്കെ പറഞ്ഞിക്കണെന്ന് അറിയാം. നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് അറിയണ്ട. എന്തിനാ നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യണത്? മോള് പാനോട് ക്ഷമിക്കടി. കള്ളുടിച്ച് വരുമ്പോ എന്തൊക്കെ പറയണ്ടെന്ന് അറിയില്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. പാറൊട്ടിപ്പാനോട് ദേഷ്യപ്പെടരുത്. നിങ്ങളെ ഇനി ഒരിക്കലും ഞാൻ കരയിപ്പിക്കൂല. സത്യമാണ് പറഞ്ഞത്. എൻ്റെ കുട്ടി ഇനി ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. ഇപ്പാൻ്റെ ഈ സ്വഭാവം കാരണം ഒരിക്കലും ഒരാളും നിങ്ങളെ ഒന്നും പറയില്ല. അത് ഞാൻ ഉറപ്പ് തരാം. ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഈ പറയണത്. ഇപ്പാന്റെ കൂടെ നല്ലപോലെ ജീവിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ പറയണേ. ഇപ്പൊ കൊറേ കാലായില്ലേ, ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ നിങ്ങക്ക്? നിർത്തിക്കണേ. ഇനി ഒന്നും ചെയ്യൂല. സത്യാണ്. ഇനി നിങ്ങളെ കഴിഞ്ഞിട്ടുള്ളക്ക് വേറെ എന്തും. ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ വേദനിപ്പിക്കൂല.